2025 ഒക്ടോബർ 25-നാണ് റിപ്പോർട്ടർ ടിവിയുടെ ഹർജിയിൽ ഒരു ഇടക്കാല ഉത്തരവ് ബംഗളൂരു സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിൽ പ്രധാനമായും ഹർജിക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത് മുട്ടിൽ മരമുറി കേസ്, അതുപോലെ തന്നെ മാംഗോ ഫോണുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലുള്ള വാർത്തകൾ വിലക്കണം എന്നുള്ളതായിരുന്നു. ആ ഹർജി കോടതി അംഗീകരിക്കുന്നു. അതിനുശേഷം പബ്ലിക് ഡൊമൈനുകളിൽ, അത് മാധ്യമങ്ങളിലും മറ്റും വന്ന പബ്ലിക് ഡൊമൈനുകളിൽ വന്ന ലിങ്കുകളെല്ലാം തന്നെ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിനുശേഷം ഈ ഒരു വിധിക്കെതിരെ, ഈ ഇടക്കാല ഉത്തരവിനെതിരെ മാധ്യമങ്ങൾ തന്നെ കോടതിയെ സമീപിക്കുന്ന ഒരു നിലയുണ്ടായി. ആ കേസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇതിനിടെ റിപ്പോർട്ടർ ടിവി തന്നെ ഈ ഹർജി പിൻവലിക്കുന്നു എന്നൊരാവശ്യവുമായി കോടതിയിലെത്തുന്നു. ഇവിടെയാണ് രൂക്ഷമായ വിമർശനത്തോടു കൂടി ഇന്നിപ്പോൾ ഹർജി പിൻവലിക്കാനുള്ള അനുമതി കോടതി നൽകിയിരിക്കുന്നത്. 10,000 രൂപ പിഴയടയ്ക്കണം ഉള്ള ഒരു കാര്യം പറയുന്നു. ഹർജിക്കാരുടെ സത്യസന്ധതയിൽ കോടതിക്ക് സംശയമുണ്ട് എന്ന കാര്യം പറയുന്നു. കോടതിയുടെ സമയം വെറുതെ പാഴാക്കുകയാണ് എന്നും പറയുന്നു. എന്തായാലും ഈ പറഞ്ഞ വിമർശനങ്ങളോട് കൂടി ഈ ഹർജി പിൻവലിക്കാനുള്ള ഒരു അനുമതി എന്തായാലും കോടതി നിലവിൽ നൽകിയിട്ടുണ്ട്. അതായത് നേരത്തെ വന്ന ഇടക്കാല ഉത്തരവ് നിലനിൽക്കെ അതിൽ മറ്റ് അമെൻമെന്റുകളൊന്നും വരാത്തൊരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇതൊന്നും വകവയ്ക്കാതെ, അല്ലെങ്കിൽ ഇതിനെ ഒന്നും മുഖവിലേക്കെടുക്കാതെ റിപ്പോർട്ടർ ടിവി വീണ്ടും ഈ ഹർജി പിൻവലിക്കുന്നു, ഈ കേസ് പിൻവലിക്കുന്നു എന്നൊരാവശ്യവുമായി കോടതിയെ സമീപിച്ചത്. ഇതിലാണ് എന്തായാലും കോടതി രൂക്ഷമായ വിമർശനം എന്ന് ഉന്നയിച്ചിരിക്കുന്നത്. 10,000 രൂപ പിഴയടച്ചുകൊണ്ട് ഈ ഹർജി പിൻവലിക്കാം എന്നുള്ള ഒരു കാര്യമാണ് എന്തായാലും കോടതി ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശ്രീജിത്ത്, ശരി. ബംഗളൂരു സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതിയാണ് റിപ്പോർട്ടർ ടിവിക്ക് 10,000 രൂപ പിഴ ചുമത്തിയിരിക്കുന്നത്. പിഴ ചുമത്തുക മാത്രമല്ല, അത് രൂക്ഷ വിമർശനവും കോടതിയിൽ നിന്നുണ്ടാവുന്നുണ്ട്. മുട്ടിൽ മരമുറി കേസിലെ വാർത്തകൾ വിലക്കണമെന്ന ഹർജി പിൻവലിച്ചതോടുകൂടിയാണ് പിഴ ചുമത്തുന്ന നടപടിയിലേക്ക്, വിമർശനം ഉന്നയിക്കുന്ന നിലയിലേക്ക് കോടതി കടന്നത്. കോടതിയുടെ വിലയേറിയ സമയം പാഴാക്കിയെന്നും വാദിഭാഗത്തിന് സത്യസന്ധതയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി.